ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് തീരമേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പലയിടങ്ങളിലും നാശം വിതച്ച് കടലേറ്റം. തൃശൂർ പെരിഞ്ഞനം ബീച്ചിലും കടലേറ്റമുണ്ട്. പൊഴിയൂരിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. കോവളത്ത് കടകൾ വെള്ളത്തിലായി. തുമ്പയിൽ 100 മീറ്ററോളം ദൂരം തിരമാല അടിച്ചു കയറി. തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം നിലച്ചു. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല എന്നിവിടങ്ങളിലും തൃശൂരിലും കടലാക്രമണം രൂക്ഷമാണ്. പൊഴിയൂരിൽ നിന്ന് ജിബിൻ ജെബിയും, വലിയതുറയിൽ നിന്ന് രാഹുൽ ജി നാഥും, ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണനുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആലപ്പുഴയിലേക്കാണ്. രഘു, എന്താണ് ആലപ്പുഴയിലെ ഒരു സാഹചര്യം? മുതൽ അരൂർ വരെ കിലോമീറ്ററോളം ദൂരമാണ് ആലപ്പുഴയിൽ തീരമേഖലയുള്ളത്. ഇതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ശക്തമായ കടലേറ്റമുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഈ വേനൽക്കാലത്ത്, അതായത് ഞാനിപ്പോൾ ഉള്ളത് വളഞ്ഞവടിയിലാണ്. ഇവിടെ സാധാരണ നിലയിൽ മഴക്കാലത്ത് അതിരൂക്ഷമായ കടൽക്കയറ്റം ഉണ്ടാകാറുണ്ട്. ഈ തീരത്തെ, ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നതെല്ലാം കാലാകാലങ്ങളായി കടലെടുത്ത് പോയതാണ്. പക്ഷേ വേനൽക്കാലത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശക്തമായ കടൽക്ഷോഭം, അതായത് തീരത്തേക്ക് 100 മീറ്ററോളം കയറുന്ന രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്ന് മാത്രവുമല്ല, കടലിൽ നിന്ന് അതിശക്തമായ കാറ്റുണ്ട്. അതിന് നല്ല ചൂടുമുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്. പക്ഷേ ശക്തമായ ഉഷ്ണക്കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്കറിയില്ല. ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണവും കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ ആളുകൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനും ഒരു സംവിധാനത്തിനുമായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ശരി, അതാണ് ആലപ്പുഴയിലെ ഒരു സാഹചര്യം. രഘു പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം അത് തന്നെയാണ്. കാരണം വേനൽക്കാലമാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ് പുറത്ത്, അത്രയും ചൂടാണ്. അപ്പോഴാണ് ഈ കടൽക്ഷോഭത്തിന്റെ വാർത്തകൾ, വിവരങ്ങൾ, കാഴ്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ നിൽക്കുന്നത് പൊഴിയൂരിലാണ്. ജിബിൻ, 100ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് സാഹചര്യം ഇപ്പോൾ? പ്രദേശവാസികളൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇവിടെ ഇന്ന് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിലൊക്കെ തന്നെ ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ആരംഭിച്ചത്. നേരത്തെ നമ്മൾ വലിയതുറയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനേക്കാൾ വളരെ രൂക്ഷമായ സാഹചര്യമാണ് ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പൊഴിയൂർ എന്ന് പറയുന്ന ഈ ഒരു മത്സ്യബന്ധന ഗ്രാമത്തിലുള്ളത്. ഇവിടെ ഏകദേശം 100ഓളം വീടുകളിൽ പൂർണ്ണമായി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മാത്രമാണ് വെള്ളമൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചിറങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഈ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം 200 മീറ്ററോളം റോഡിൽ പോലും വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. ഇവിടുത്തെ സ്ഥിതി അതീവ രൂക്ഷം തന്നെയാണ്. നേരത്തെ രഘു ആലപ്പുഴയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വളരെ ചൂടേറിയ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കടൽക്ഷോഭം, ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭം ഉണ്ടായി എന്നുള്ള കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് പോലും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇവർക്ക് യാതൊരുവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും അത്തരത്തിലൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇവരുടെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങളും അതുപോലെ തന്നെ വള്ളങ്ങളെങ്കിലും ഇവിടെ നിന്ന് മാറ്റാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. ചേട്ടാ, ഇന്ന് എപ്പോഴാണ് ഈ ഒരു കടൽക്ഷോഭം ഇവിടെ ആരംഭിച്ചത്? ഞാൻ പൊളിയിലുള്ള മത്സ്യത്തൊഴിലാളിയാണ്. നമ്മുടെ അപ്പുറം കാലം 100 തലമുറയുടെ ഇവിടെ കടൽക്ഷോഭമൊന്നും ഉണ്ടായില്ല. ഇപ്പം കടൽക്ഷോഭം വന്നിട്ട് പുതിയതായിട്ടാണ് ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഹാർബർ കിട്ടിയ എല്ലാ മത്സ്യത്തൊഴിലാളി എല്ലാവരും പണിക്കും പോകുന്നുണ്ട്. ഇന്ന് ഈ ഹാർബർ ഇല്ലെങ്കിൽ ഇവിടെ മത്സ്യത്തൊഴിലാളി എല്ലാ പട്ടണങ്ങളിൽ മരിക്കും. ഇന്നല്ല, ഇവിടെ തുടങ്ങിയിട്ട് ഒരാഴ്ച ഭയങ്കര കടൽക്ഷോഭമാണ്. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ഉത്സവം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എടുത്ത് ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. ഇത് ഇവിടുത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഈ പ്രതിനിധികൾ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന ഈ ഭരണകൂടം, ഇതുവരെയും ഒരു നല്ല നടപടിയോ നല്ല കാര്യങ്ങളോ നല്ല രീതിക്കുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെ സങ്കടമാണ് നമ്മൾ കേട്ടത്. ഇനി വലിയതുറയിലേക്ക് പോവുകയാണ്. രാഹുൽ ഉണ്ട് അവിടെ. രാഹുൽ, നേരത്തെ തന്നെ വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഈ മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി കഴിയുന്ന കുറേ മനുഷ്യരുള്ള സ്ഥലമാണ്. ഈ ബോട്ടുകൾ, അവരുടെ വള്ളങ്ങളെങ്കിലും അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ മത്സ്യത്തൊഴിലാളികൾ കുറച്ചുപേർ കടലിലേക്ക് പോകാനായിട്ട് വലിയതുറയിലേക്ക് എത്തിയപ്പോൾ അവർ കണ്ടത് കാണുന്ന വലിയതുറ പാലത്തിന്റെ അത്രയും പൊക്കത്തിൽ തിരമാലകൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ അവർ കടലിൽ പോകണ്ടെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് ആര്യ സൂചിപ്പിച്ചതുപോലെ അവരുടെ വള്ളങ്ങൾ, അതിലുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഈ തിട്ടയിലായിരുന്നു വള്ളങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അവർ ഇതെല്ലാം ശ്രമകരമായി എല്ലാവരും ചേർന്ന് പ്രയത്നിച്ച് അത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കയറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ പറയുന്നത് പോലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഈ പാലത്തിന്റെ തൊട്ട്
അപ്പുറത്തെ വശത്ത് വീടുകളാണ്, താമസ സ്ഥലങ്ങളാണ്. അവിടെ പുലിമുട്ടുള്ളത് കൊണ്ട് മാത്രം തിരമാല അധികം കയറുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അവിടെ ഉച്ചയ്ക്ക് കടലിലേക്ക് ഇറങ്ങാൻ എത്തിയ ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? മുന്നറിയിപ്പ് പോലെ ഉണ്ടായിരുന്നു? ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പണിക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് കടൽക്ഷോഭം ഉണ്ടാകുകയും പണിക്ക് പോകുന്ന വള്ളങ്ങൾക്കെല്ലാം കേടുപാടുകളും എഞ്ചിനുകളെല്ലാം പൊട്ടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ. എത്രമാത്രം പാടുപെട്ടു? വള്ളം കെട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു വള്ളത്തിൽ പോകുന്നത് 10-50 പേര് കാണും. 50 പേരും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ്. ഒരാൾക്ക് പരുക്ക് പറ്റുകയും കാലിന് ചെറിയ പരുക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടാണ്. ഇവിടെ ഒരു 100-200 വള്ളങ്ങളുണ്ട്. 100 കുടുംബം ജീവിക്കുന്നതാണ്. 100 കുടുംബവും ഇനി പട്ടിണിയിലാണ്. അത്രയ്ക്കും വലിയ വിഷമത്തിലാണ്. ഈ അദാനി ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നതും ഈ കടൽ ഇത്രയും ഇങ്ങോട്ട് തള്ളാൻ കാരണം. മുമ്പുള്ള കടപ്പുറം എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം കാണുന്നുണ്ടോ, ആ കെട്ടിടം വരെ ഈ ഒരു കടപ്പുറമായിരുന്നു. അത്രയ്ക്കും വിശാലമായി നമുക്ക് കടലിൽ ജോലി ചെയ്യാനും അതെല്ലാം ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇനി ഈ സ്ഥിതി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പരിസരത്തുള്ള വീടുകളും ഈ വള്ളങ്ങൾ വരെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റേണ്ട അവസ്ഥയാണ്. ഈ വള്ളങ്ങൾക്ക് മാറ്റി വയ്ക്കാനുള്ള സ്ഥലം പോലും നമുക്കിവിടെ ഇല്ല. അതാണ് ആര്യ, ഇപ്പൊ നിരന്തരം കടലിൽ പോകുന്നവരാണ്, വർഷങ്ങളായി കടൽ അറിയുന്നവരാണ്. അപ്പൊ അവർക്ക് പോലും ഇതെന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുന്നറിയിപ്പ് കിട്ടാത്തതിന്റെ സാഹചര്യത്തിൽ അവരുടെ സാമഗ്രികൾ, ഈ വള്ളങ്ങളെല്ലാം നശിക്കുന്നു. അത്തരത്തിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്, ആശങ്കയുള്ള സാഹചര്യമാണ് വലിയതുറയിലുള്ളത്. ആര്യ, ആലപ്പുഴയിലേക്ക് ഒരിക്കൽ കൂടി രഘു ഇന്നൊരു അവധി ദിവസമാണ്. സ്വാഭാവികമായും മീനിനൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു ദിവസം. കൂടുതൽ ആളുകൾ ഒരു പക്ഷേ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുള്ള ഒരു ദിവസമാണ്. ഈ ആളുകൾക്ക് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലേ? ഇപ്പോഴും കിട്ടിയിട്ടില്ലേ? ഈ ഞാനുള്ള വളഞ്ഞ വഴിക്ക് തൊട്ടപ്പുറമാണ് ഒരു കടപ്പുറമുള്ളത്. അവിടെ രാവിലെ കടൽ ഇറങ്ങിപ്പോകുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് ഓഫീസിലെത്തുമ്പോഴാണ് ഇത്തരത്തിൽ കടൽ കയറ്റം എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നത്. അപ്പുറത്ത് പുറക്കാട് കടപ്പുറത്ത് കടൽ ഇറങ്ങിയ സ്ഥലത്ത് പോലും ഇപ്പോൾ കടൽ അതിശക്തമായ രീതിയിൽ കയറുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കടലിൽ അല്ലെങ്കിൽ കടൽപ്പുറത്ത് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? സത്യത്തിൽ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിധമായ അറിവുമില്ല. അവരുടെ അനുഭവങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇത്തരത്തിൽ കടൽ കയറ്റം ഉണ്ടാകാറുണ്ടോ സാധാരണ ഈ വേനൽക്കാലത്ത്? ഇവിടെ വേനൽക്കാലത്ത് ആദ്യമായിട്ടുള്ള രീതിയാണ്. ചില നദീപല്ലേ ചെറിയ ബാവിനൊക്കെ ചെറിയതായിട്ട് കടലിങ്ങനെ വന്നു കഴിയുമ്പോൾ അത് 1-2 ദിവസം നിന്ന് കഴിയുമ്പോൾ ആ കടലങ്ങ് പോകും. ഇതിപ്പം ഈ തവണ ആദ്യമായിട്ടായി. ഈ ഏതെങ്കിലും രീതിയിലുള്ള മുന്നറിയിപ്പുകളോ വല്ലതും തന്നിരുന്നോ? ഒന്നും തന്നിട്ടില്ല. ഈ സാധാരണ നിലയിൽ ഇവിടെ ഈ മഴക്കാലത്തൊക്കെ അല്ലേ കടൽ കയറ്റം ഉണ്ടാവാറുള്ളത്? മഴക്കാലത്ത് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് കൂടുതൽ കടൽ കയറി വരുന്നത്. ഈ കടലിലെ പണിയൊക്കെ എങ്ങനെയുണ്ട്? കടലിലെ പണിയൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ പൊങ്ങുകാർക്കൊക്കെ പണി വളരെ മോശമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ആരും കടലിൽ പോയിട്ടുണ്ടാവില്ലല്ലേ? ആരും പോയിട്ടില്ല. ഇന്ന് പ്രത്യേകിച്ച് ഈസ്റ്റർ ഇതൊക്കെ കാരണം, പെരുന്നാളൊക്കെ അടുത്തുകൊണ്ട് നോയമ്പൊക്കെ കാരണം ഓരോരുത്തരൊക്കെ പോകത്തില്ല. വീട്ടുമൊക്കെ അടുത്തിരുന്നാണ് പോകത്തില്ല. പിന്നെ ഈ പൊങ്ങാൽ ചില ആരെങ്കിലുമൊക്കെ പോയെങ്കിലേ ഉള്ളൂ. എന്തായാലും ഈ നാട്ടുകാർക്കൊന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഒരു മുന്നറിയിപ്പും ഇതുവരെ നൽകിയിട്ടില്ല. നമ്മൾ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജിയുടെ എത്രയോ വികസിച്ച കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായി തന്നെ ശാസ്ത്രജ്ഞർക്കും അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്താണ്, കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ കടലിന് മാറ്റമുണ്ടാകുന്നു, തിരയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പ് എന്തുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല? പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാൻ കഴിയാതെ കുറേ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെ പ്രയാസത്തിലാക്കിയിട്ട് എന്താണ് കാര്യം? ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പൊഴിയൂരിലാണ് ഏറ്റവും വലിയ പ്രയാസങ്ങളുള്ളത്. 100ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജിബിൻ അവിടെ തുടരുന്നുണ്ട്. ജിബിൻ, നമുക്ക് വലിയതുറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വള്ളങ്ങൾ എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റുകയാണ് അവർ കരയിലേക്ക്. ഈ അവിടുത്തെ സാഹചര്യം എന്താണ് പൊഴിയൂരിൽ? ഇപ്പോൾ ഈ വെള്ളം കയറിയിട്ടുണ്ട് 100ഓളം വീടുകളിൽ. അത് ഇറങ്ങി തുടങ്ങിയോ? ആര്യ, ഈ 100ഓളം വീടുകളിൽ വെള്ളം കയറിയത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇവിടെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി ഈ പൊഴിയൂർ മേഖലയിലൊക്കെ തന്നെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ രൂക്ഷമായത്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് യാതൊരുവിധ സഹായങ്ങളും ഇതുവരെ ലഭിക്കാത്തത്? ഈ ഒരു രീതിയിലുള്ള, അതായത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കടലും കായലും ഒക്കെ തന്നെ ഈ പൊഴിയൊക്കെ മുറിഞ്ഞ് എല്ലാം ഒന്നിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ പൊഴിയൂരിലുള്ളത്.
അതായത് നേരത്തെ രഘു സൂചിപ്പിച്ചതുപോലെയാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളും മുന്നറിയിപ്പ് നൽകുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഈ കടൽക്ഷോഭം ഇത്രയും രൂക്ഷമായത് ഇന്ന് രാവിലെ മുതലാണ്. പക്ഷേ ഇതുവരെ ഇവിടെ ഒരു ജനപ്രതിനിധി പോലും എത്തുകയോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ വെള്ളം കയറിയ വീടുകളുണ്ട്, ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റുവാൻ പോലും ഇതുവരെ അധികൃതർ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ചേട്ടാ, ഇന്ന് എപ്പോഴാണ് ഇതൊരു രാവിലെ കുറേശ്ശെ കടൽ വീതം കയറിയിട്ടുണ്ട്. പിന്നെ ഒരു 11 മണിക്ക് ശേഷം ഭയങ്കര തിരമാലയായിരുന്നു. ഇതെല്ലാം അടിച്ച് നിരത്തുന്ന കടലാണ് 11 മണിക്ക് ശേഷം. പിന്നെ ഇതുവരെയ്ക്കും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയ്ക്കും ഒറ്റ വ്യക്തികളെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ BJPയുടെ കഴിഞ്ഞ 2 ആഴ്ചയായി BJPയുടെ ഒരു മന്ത്രി വന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് രാജീവ് വന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇതെല്ലാം ശരിയാക്കി തരാം. ഇതുവരേക്കും അയാൾ അന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. ഇതുവരേക്കും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതാവും വന്നു, കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കന്മാരും വന്ന് നോക്കി. ഇതുവരേക്കും ഒരു തീരുമാനം ഒന്നുകൊണ്ടും എത്തിയിട്ടില്ല. ഇവിടെ ഈ വീടുകളിൽ അതായത് 100ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ എങ്ങോട്ടാണ് മാറ്റി? അവർ വേറെ വേറെ വീട്ടുകളിലാണ്, അവരെ ബന്ധുക്കളുടെ വീട്ടുകളിലേക്ക് കയറിയൊക്കെ താമസിക്കുന്നുണ്ട്. ഇതുവരെയ്ക്കും ഒരുത്തരും വന്നിട്ടില്ല. ഇതുവരെയ്ക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയ്ക്കും ഒരു നടപടിയൊന്നും വന്നിട്ടില്ല ഗവൺമെൻറ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ പൊഴിയൂർ ഇവിടെ ഇലക്ഷൻ ബഹിഷ്കരിക്കും, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ആര്യ. അതായത് ഈ പൊഴിയൂർ എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു തിരുവനന്തപുരത്തെ തീരപ്രദേശം കൂടിയാണ് ഈ പൊഴിയൂർ. ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഇന്നുണ്ടായ സാഹചര്യം ഇല്ല എങ്കിൽ പോലും കടലേറ്റം വളരെ രൂക്ഷമായി തുടരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോഴാണ് ഇന്ന് ഇത്തരത്തിൽ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഇന്ന് രാവിലെ 10 മണിയോട് കൂടി ഇത്രയും വലിയ രീതിയിലുള്ള തിരകളൊക്കെ തന്നെ ഇവിടെ ഏകദേശം 15 അടിയോളം ഉയരമുള്ള തിരമാലകൾ ഇന്ന് അടിച്ചു കയറി എന്നാണ് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന ആൾക്കാരും ഒക്കെ തന്നെയുണ്ട്. ഇവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 15 അടിയോളം ഉയരമുള്ള തിരമാലകളൊക്കെ തന്നെ ഇവിടെ ഇന്ന് അടിച്ചു കയറി. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഇവിടെ വലിയ ബിൽഡിങ്ങുകളുണ്ട്. അതായത് ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്, മത്സ്യബന്ധന വലകളും അതുപോലുള്ള മറ്റ് അത്യാവശ്യ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഈ വള്ളങ്ങളൊക്കെ തന്നെ കയറ്റിയിടുന്നതിനുമായിട്ടുള്ള ഒട്ടനവധി കെട്ടിടങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി കടലെടുത്ത രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വള്ളങ്ങളൊക്കെ തന്നെ കടലേറ്റം രൂക്ഷമായതിനാൽ തന്നെ തീരപ്രദേശത്ത് സൂക്ഷിക്കാൻ കഴിയാത്തതിനാൽ ഈ കാണുന്ന അതായത് പുഴിയുടെ എതിർദിശയിലായിട്ടുള്ള കായലിലേക്കാണ് ഇപ്പോൾ ഇവർ ഈ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ കയറ്റിയിട്ടിരിക്കുന്നത്. ശരി, എന്തായാലും എങ്ങനെയെങ്കിലും അവരുടെ വള്ളങ്ങളെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ. ഒരിക്കൽ കൂടി വലിയതുറയിലേക്ക് പോവുകയാണ് രാഹുൽ. ആ വലിയതുറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വള്ളങ്ങൾ സംരക്ഷിക്കാൻ പ്രയാസപ്പെട്ട് വലിച്ചു കയറ്റുകയാണ്. അവരോട് സംസാരിക്കാൻ കഴിയുമോ രാഹുലിന്? തീർച്ചയായും കാരണം നമുക്ക് കാണാം ഈ ചില വള്ളങ്ങൾ പൊട്ടി തകർന്ന അവസ്ഥയിലാണ് തിരമാലയിൽപ്പെട്ട്. അപ്പോൾ ആ വള്ളം പിടിച്ചു കയറ്റുന്ന തിരക്കിലാണ് ഇവരെല്ലാവരും. ചേട്ടാ, വെള്ളം തകർന്നോ? ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം നശിച്ച് എല്ലാം പോയി. ഒരുപാട് നഷ്ടങ്ങളുണ്ട്. എല്ലാം ഇൻഷുറൻസ് ഉള്ള വള്ളവും ഇഞ്ചിനൊക്കെ ആണ്. നമുക്കൊരു 2 ഇഞ്ചിനും എല്ലാം പൊട്ടി വള്ളം എല്ലാം തവിട് പൊടിയായി പോയി. ഇത് നമുക്ക് സർക്കാർ എന്ത് തരുമെന്ന് നമുക്കറിയത്തില്ല. ഇൻഷുറൻസ് അവർ എല്ലാ വർഷവും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇത് സുരക്ഷിതമല്ല. ഇപ്പം നിങ്ങൾക്ക് ക്യാമറ കറക്കി അറിയാൻ പറ്റും ഇത് സുരക്ഷിതമല്ലെന്ന്. നമുക്ക് സുരക്ഷിത കിടന്ന പാലവും പോയി. പാലം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഇത് പറ്റത്തില്ലായിരുന്നു. വള്ളങ്ങളെല്ലാം ആങ്കറിലിട്ടിട്ട് ആൾക്കാരെല്ലാം. എൻ്റെ വള്ളത്തിന് എന്തൊക്കെ നാശം? എൻ്റെ വള്ളത്തിൽ 2 ഇഞ്ചിനെല്ലാം പൊട്ടി. വള്ളം ഒന്നിനും ഉപകാരമില്ലാതായി. വള്ളം 2ആയിട്ട് പൊട്ടി. അതാണ് നിങ്ങളിപ്പം വീഡിയോ എടുത്ത വള്ളം 2ആയിട്ട് കുറുക്കെ വെച്ച് പൊട്ടി. എല്ലാം ചേർത്തൊക്കെ അടിച്ചും കമന്നും എല്ലാം കൂടെ പൊട്ടിയൊക്കെ എല്ലാം പോയി. അതിൽ കിടന്ന ഉപകരണങ്ങളെല്ലാം മൊത്തം നശിച്ചു. കടലിലാണിപ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എപ്പോഴും കടൽ വന്ന് കയറുന്നെന്നുള്ളത് നമുക്കറിയത്തില്ല. താമസിച്ചറിഞ്ഞു. നമ്മളിന്ന് പണിക്ക് വരുന്നതാണ്. പണിക്ക് വരുന്ന സമയത്താണ് ഈ തിരമാല വന്ന് എല്ലാ വള്ളം എല്ലാം അടിച്ച് കയറി ഇതായത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് അപ്പൊ അത് ഇന്നിപ്പോ ഞങ്ങളുടെ പണിയും പോയി. എല്ലാ വള്ളം മുകളിൽ കയറ്റിയാ ഇന്ന് പണിക്ക് പോകാൻ പറ്റുന്നില്ല.